സെനറ്റ് ഹാളിലെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രവിവാദത്തിൽ ഡേസ്റ്റാർ ഗവർണറോട് അനാദരവ് കാട്ടിയെന്ന് VCയുടെ റിപ്പോർട്ട്. ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ട് ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നും രാജ്ഭവന് VC മോഹൻ കുന്നുമൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. സംഘാടകരുടെ ആരോപണങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ റിപ്പോർട്ടിൽ വിശദമായ അന്വേഷണത്തിനും ശുപാർശയുണ്ട്. വിജിൻ വായാന്തോട് വിവരങ്ങളുമായി ചേർന്നു. വിജിൻ, എന്താണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്? അജിംസ്, കഴിഞ്ഞ ജൂൺ 25-നാണ് സെനറ്റ് ഹാളിലെ ഭാരതാംബ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പ്രതിഷേധവും ഒപ്പം തന്നെ ഗവർണർ പങ്കെടുക്കുന്ന സ്വകാര്യ പരിപാടി റദ്ദാക്കിക്കൊണ്ട് രജിസ്ട്രാർ തന്നെ ഉത്തരവ് നൽകുകയും ചെയ്തത്. ഇതിലാണ് രാജ്ഭവന്റെ നിർദ്ദേശപ്രകാരം VC വിശദമായ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ട് VCയുടെ റിപ്പോർട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിലാണ് രജിസ്ട്രാർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് രജിസ്ട്രാറുടെ കാര്യത്തിൽ VC രാജ്ഭവന് നിലവിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഗവർണറോട് അനാദരവ് കാണിച്ചു, ഒപ്പം തന്നെ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെട്ട് ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചു എന്നാണ് രാജ്ഭവൻ ഇപ്പോൾ VC നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. വിശദമായ അന്വേഷണം, അത് ഇന്റേണൽ തലത്തിലുള്ള അന്വേഷണവും ഒപ്പം തന്നെ ബാഹ്യമായ അന്വേഷണവും വേണം എന്നുള്ള ആവശ്യമാണ് ഈ റിപ്പോർട്ടിൽ VC വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ രജിസ്ട്രാറോട് വിശദീകരണം ആവശ്യപ്പെട്ട ഘട്ടത്തിൽ ഉൾപ്പെടെ എന്താണ് ഭാരതാംബ ചിത്രം എന്നുള്ള കാര്യം, ഏത് മതത്തിന്റെ ഭാഗമായ ചിത്രമാണ് അത് എന്നുള്ള ചോദ്യമായിരുന്നു രജിസ്ട്രാറോട് VC ചോദിച്ചത്. എന്തായാലും രാജ്ഭവൻ മുന്നോട്ട് വെച്ച അതേ അഭിപ്രായം തന്നെ മുൻനിർത്തിയായിരുന്നു VCയുടെ റിപ്പോർട്ട്, VCയുടെ വിശദീകരണം ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ടിലും പറഞ്ഞിരുന്നത്. എന്തായാലും PROയുടെയും ഒപ്പം തന്നെ സെക്യൂരിറ്റി ഓഫീസറുടെയും കൂടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ രജിസ്ട്രാറുടെ റിപ്പോർട്ട് കൂടി ചേർത്ത് അതിനുശേഷമാണ് VC രാജ്ഭവന് ഇങ്ങനെയൊരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ വ്യക്തമാക്കുന്നത് സംഘാടകർ ഏത് തരത്തിലും ഒരു പ്രോട്ടോകോൾ ലംഘനമോ ഒപ്പം തന്നെ സർവകലാശാലയുടെ ബൈലോയ്ക്ക് വിരുദ്ധമായോ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് VC പറയുന്നത്. ഇക്കാര്യത്തിൽ ക്രിമിനൽ നടപടി ഉൾപ്പെടെ സ്വീകരിക്കാൻ കഴിയുന്ന ഗുരുതരമായ വീഴ്ചയും നിരുത്തരവാദിത്വപരമായ നടപടിയുമാണ് രജിസ്ട്രാറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് VC ആവർത്തിക്കുമ്പോൾ രാജ്ഭവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് അനുസൃതമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ VC നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ശരി വിജിൻ.